ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉണ്ട്, ഇല്ല, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല ഇവ ഹിന്ദിയിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം കേട്ടോ. ഹേ, ഥ, നഹി, നഹീത ഇതുപയോഗിച്ച് ഉണ്ട്, ഇല്ല, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഹിന്ദി മനസ്സിലാക്കാം. അപ്പോൾ ഉണ്ട് എന്നുള്ളതിന് ഹേ പറയും, ഇല്ല എന്നതിന് നഹീം പറയും, ഉണ്ടായിരുന്നു ഥ പറയും, ഉണ്ടായിരുന്നില്ല നഹീം ഥ. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് അറിയണ്ടാവും, എന്നാലും ഒരു ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഉണ്ട് എന്നുള്ളതിന് ഹിന്ദിയിൽ ഹേ എന്ന് പറയും. അപ്പൊ ഏതൊരു സെന്റൻസ് എടുത്തു, നോർമൽ ഒരു സെന്റൻസ് എടുത്ത് നോക്കുമ്പോൾ മാക്സിമം സെന്റൻസ് അതിന്റെ അവസാനിക്കുന്നത് ഹേയിലായിരിക്കും. ഓക്കെ, ഹേ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് ഹിന്ദിയിൽ അർത്ഥം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു ബ്രദർ ഉണ്ട്, മേരാ ഏക് ഭായി ഹേ. അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഹേ ഹിന്ദിയിൽ കാണിച്ചിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ ഉണ്ട് എന്ന് എഴുതിയതിന് പകരം ഹിന്ദിയിൽ ഭായി ഹേ, മേരാ ഏക് ഭായി ഹേ. എനിക്കൊരു ചേച്ചി ഉണ്ട്, മേരാ ഏക് ബഹൻ ഹേ. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, മേരെ പാസ് ഏക് ലാപ്ടോപ്പ് ഹേ. അപ്പോൾ ഉണ്ടെന്ന് കാണിക്കാനാണ് നമ്മൾ ഹിന്ദിയിൽ ഹേ ഉപയോഗിക്കുന്നത്. എനിക്കൊരു വീടുണ്ട്, മേരെ പാസ് ഏക് ഗർ ഹേ. അപ്പൊ എനിക്കൊരു ഷൂ ഉണ്ട്, എങ്ങനെയാ പറയാ? മേരെ പാസ് ഏക് ജൂത്ത ഹേ. എന്ത് വേണമെങ്കിലും, എന്ത് സാധനങ്ങളാ, സാധനത്തിന്റെ പേര് മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. ഇല്ല എന്നതിന് നെഹി എന്നാണ് ഹിന്ദിയിൽ പറയുക. എനിക്ക് ചേട്ടനില്ല, മേരാ കൊയ് ഭായി നെഹി ഹേ. മേരാ കൊയ് ഭായി നെഹി ഹേ. എനിക്ക് ചേട്ടനില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്രദർ ഇല്ല, അങ്ങനെ പറയാം. എനിക്ക് ചേച്ചില്ല എന്നാണെങ്കിലോ, മേരാ കൊയ് ദീദി നെഹി ഹേ, യാ മേരാ കൊയ് ബഹൻ നെഹി ഹേ. രണ്ടു തരത്തിലും പറയാ. ചേച്ചി ഇല്ല എന്ന് പറയണമെങ്കിൽ ചേച്ചി എന്നും പറയാ, സിസ്റ്റർ എന്നുള്ള അർത്ഥത്തില് ബഹൻ എന്ന് പറഞ്ഞിട്ടും പറയാം. മേരാ കൊയ് ബഹൻ നെഹി ഹേ. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇല്ല, നമുക്ക് ലാപ്ടോപ്പ് തന്നെ ഇല്ല വിചാരിക്കുക, മേരെ പാസ് ലാപ്ടോപ്പ് നീ ഹേ, മേരെ പാസ് പെൻ നീ ഹേ, മേരെ പാസ് ജൂത്ത നീ ഹേ, മേരെ പാസ് കപ്പട നീ ഹേ. എന്ത് വേണമെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, എനിക്ക് വീടില്ല, മേരെ പാസ് ഘർ നീ ഹേ. അപ്പൊ വീടുണ്ടെങ്കിലോ, മേരെ പാസ് ഘർ ഹേ. ഹേ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണ്, നെഹി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ഓക്കെ, മേരെ പാസ് ഘർ നീ ഹേ, എനിക്ക് വീടില്ല. മേരെ പാസ് ഘർ ഹേ, എനിക്ക് വീടുണ്ട്. മേരെ പാസ് ബഹൻ ഹേ, എനിക്ക് സിസ്റ്റർ ഉണ്ട്. ഉണ്ടായിരുന്നു എന്നുള്ളത് പാസ്റ്റിൽ ഉള്ളതും ഇപ്പോൾ ഇല്ലാത്തതുമായ ഒന്നിനെ കാണിക്കാനാണ്. ഹിന്ദിയിൽ സെന്റൻസിന്റെ കൂടെ ഥ ചേർക്കണം. ഇന്നലെ വരെയൊക്കെ ഉണ്ടായിരുന്നത്, കഴിഞ്ഞ നിമിഷം വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മുടെ കയ്യിലില്ല, ഇപ്പൊ നമ്മുടെ പക്കലില്ല. അപ്പൊ അതിനാണ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു, മേരെ പാസ് ഏക് കുത്ത ഥ. അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയത്, നമ്മുടെ അടുത്ത് ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നെങ്കിലും നമ്മൾ അതിനെ വിറ്റ് കാണും, അല്ലെ അതിനെ നമ്മൾ ഉപേക്ഷിച്ച് കാണും, അല്ലെ അത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയി കാണും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് പറയാം, മേരെ പാസ് ഏക് കുത്ത ഥ. എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, അതെങ്ങനെയാ പറയാ? മേരെ പാസ് ഏക് കാർ ഥ. മേരെ പാസ് ഏക് കാർ ഥ എന്ന് പറഞ്ഞാൽ കാർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ നിമിഷത്തിൽ നമ്മുടെ കയ്യിലില്ല അത്. എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, മേരെ പാസ് ഏക് മൊബൈൽ ഫോൺ ഥ. ഇതൊക്കെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കഥയാണ്. അതിപ്പം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. പണ്ടേ ഉണ്ട്, അത് ഇന്നും കയ്യിലുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. ഇന്നേ ഉണ്ടെങ്കിൽ ഹേ എന്നാ പറയണ്ടേ, മേരെ പാസ് മൊബൈൽ ഫോൺ ഹേ. ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെങ്കിൽ ഥ പറയാം. ഉണ്ടായിരുന്നില്ല എന്നതിന് നഹീൻ ത എന്ന് ചേർക്കണം. നഹീൻ ത. എക്സാമ്പിൾ, അവൻ ഇന്നലെ അവിടെ ഇല്ലായിരുന്നു. വോ കൽ വഹാൻ നഹീ ത. വോ അവൻ, കൽ ഇന്നലെ, അവിടെ, വഹാ ഇല്ലായിരുന്നു, നഹീ ത. വോ കൽ വഹാൻ നഹീ ത. അവൻ ഇന്നലെ അവിടെ ഇല്ലായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, വഹാൻ കോയ് നഹീ ത. ഇന്നലെ സിനിമ ഉണ്ടായിരുന്നില്ല, കൽ കോയ് ഫിലിം നഹീ ഥി. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഉണ്ട്, ഇല്ല, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല, അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? കൽ കോയി ഫിലിം നീതി, ഇന്നലെ സിനിമ ഉണ്ടായിരുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാം കേട്ടോ.